എല്ലാ സിനിമാ പ്രേമികളും വളരെയധികം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത്, അതായത് ഏപ്രിൽ 11 എന്നുള്ളത്. 3 വമ്പൻ താരനിരകളുള്ള സിനിമയാണ് ഈ ദിവസം ഇറങ്ങാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് വൈശാഖ് സുബ്രഹ്മണ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നിവിൻ പോളി എന്നടങ്ങുന്ന ഒട്ടനവധി ആൾക്കാരെ ഒരു വലിയൊരു താരനിര തന്നെയുള്ള സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത്. ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സിനിമയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമോ അതെല്ലാം നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വന്നതാണ് ആവേശം. നമ്മുടെ ഫഹദ് ഫാസിൽ നിറഞ്ഞാടുന്ന, അതായത് നമ്മുടെ ട്രെയിലർ എല്ലാവരും പൊളിച്ചടിക്കുന്ന തന്നെ പറയാം. എല്ലാവരും ഏറ്റെടുത്ത ഒരു ട്രെയിലർ. നമ്മുടെ ഫഹദ് ഫാസിന്റെ മാനറിസം വരെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആ സിനിമയിൽ. നല്ലൊരു മാസ് മസാല പടമായിട്ട് നമ്മൾ അൻവർ റഷീദിന്റെ പ്രൊഡക്ഷനാണ് പോരാത്തതിന് മൂപ്പരുടെ അൻവർ റഷീദ് പ്രൊഡക്ഷൻസ് എല്ലാം മിക്കൊരു ക്വാളിറ്റി ഉണ്ട് എപ്പോൾ നോക്കിയാലും. ഈവൻ നമ്മുടെ പ്രേമം പോലെ അൻവർ റഷീദിന്റെ ആണുള്ളൂ. ആ പടവും നല്ലൊരു പ്രതീക്ഷ നൽകുന്ന പടമാണ്. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ജയ ഗണേശൻ എന്നുള്ളത്, നമ്മുടെ ഉണ്ണിമുഖൻ നായകനായെത്തുന്ന ഒരു സൂപ്പർ ഹീറോ ഫിലിം. ഈ ട്രെയിലറിൽ പോലും എന്താണ് ഉണ്ണിമുഖത്തിന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നില്ല. അതായത് ഒരു സസ്പെൻസ് വെച്ചിട്ടാണ് ട്രെയിലർ ഇറങ്ങിയേക്കുന്നത്. ട്രെയിലർ കാണാൻ തന്നെ ഒരു നാച്ചുറാലിറ്റി ഉണ്ട്, ഒരു ഡ്രാമ മൂവി പോലെ. നമുക്ക് എന്താണ് സൂപ്പർ പവർ, എങ്ങനെയാണ് അവർ എടുത്തിരിക്കുന്നത് നമുക്ക് തിയേറ്ററിൽ പോയാൽ തന്നെ അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇത് മൂന്നിനും പുറമെ നമ്മുടെ പൃഥ്വിരാജ് വില്ലനായി എത്തുന്ന ബഡേ മിയ ചോട്ടെ മിയ എന്നുള്ളത് അതിനൊരു ദിവസം മുമ്പ്, അതായത് ഏപ്രിൽ 10 റിലീസ് ഉണ്ട്. അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും നായകനായി എത്തുന്ന പടമാണ് ബഡേ മിയ ചോട്ടെ മിയ എന്നുള്ളത്. നമ്മുടെ ടൈഗർ സിന്ദാഹയും സുൽത്താനൊക്കെ എടുത്ത ഡയറക്ടറിൻ്റെയാണ് സിനിമ. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ആക്ഷൻ പ്രതീക്ഷിച്ച് ആ സിനിമ പോയി കാണാവുന്നതാണ്. കഥ മേ ബി ആവറേജ് ആവാം, കാരണം നോർത്തിൽ കൂടുതലും ആക്ഷൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നല്ല മാർക്കറ്റിംഗ്, അതിന് മീൻസ് ഫണ്ട് നല്ലോണം ജനറേറ്റ് ചെയ്യുന്നതും ആക്ഷൻ പടമാണ്. അതുകൊണ്ട് ആക്ഷൻസ് നന്നായിട്ട് പ്രതീക്ഷിക്കാം. പൃഥ്വിരാജിനെ എങ്ങനെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് വില്ലൻ കഥാപാത്രത്തിന് എങ്ങനെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട്. എന്തായാലും ഈദും വിഷു എല്ലാം അടുത്ത ആഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈമും കിട്ടും, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ കുറേ സിനിമകളും കാണാൻ സാധിക്കും. എന്താണ് അടുത്ത ആഴ്ച. എല്ലാവരും സിനിമ കണ്ടവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.